പാലക്കാട് നഗരസഭയിൽ മാങ്കൂട്ട മുന്നണിക്ക് ശ്രമമെന്ന പ്രശാന്ത് ശിവൻ മതേതര സഖ്യമുണ്ടാക്കുമെന്നാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞത്. അവിശുദ്ധ സഖ്യമാകും അതെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ്. ഇവിടെ ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നാണ് പാലക്കാട് എം.പി. പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഇതൊരു മതേതര മുന്നണിയല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഇതൊരു മാങ്കൂട്ടം മുന്നണിയാണ്. അതായത് സ്വതന്ത്രനായി മത്സരിച്ച ആളല്ല, UDFന്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചാണ്. അദ്ദേഹം നിലവിലൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാളെ പിന്തുണയ്ക്കുവാൻ CPM തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് അവരുടെ അസ്തിത്വത്തിൻ്റെ തകർച്ചയാണ്. അപ്പോൾ അത് അങ്ങനെ അത്തരത്തിൽ CPM മുന്നോട്ട് വരട്ടെ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിശുദ്ധ സഖ്യമാണ്. പാലക്കാട് നഗരജനത 25 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് നഗരഭരണം തുടർച്ചയ്ക്കുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നഗരഭരണത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ലൈംഗികാരോപണം ചൂണ്ടിക്കാട്ടിയായിരുന്നു BJP ജില്ലാ പ്രസിഡന്റിന്റെ പരിഹാസം. കോൺഗ്രസുകാരനായ സ്വതന്ത്രന്റെ പിന്തുണ തേടിയാൽ അത് CPM-ന്റെ അസ്തിത്വത്തിന് കളങ്കമാവുമെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. പിന്നെ ഇത്തരത്തിലൊരു അവിശുദ്ധ സഖ്യവുമായിട്ട് ഈ പാലക്കാട്ടെ കോൺഗ്രസും CPM-ഉം മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് ജനത ഇതെല്ലാം കാണാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പിന്നെ രണ്ട്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാങ്കൂട്ട മുന്നണിയാണെന്നുള്ളത്. ഇവിടെ പാലക്കാട് MLA പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥലത്തെല്ലാം എന്താണ് UDF-ന് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായി നിന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തോറ്റു. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ KSUവിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി അദ്ദേഹം തോറ്റു. പിരാരി പഞ്ചായത്ത് ഇവരുടെ ഉരുക്കുകോട്ട എന്ന് പറഞ്ഞിരുന്നു ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ. ആ ഉരുക്കുകോട്ടയിൽ നിന്ന് UDF-ന്റെ അവസ്ഥ എന്താണ്? അവർ വെന്റിലേറ്ററിലാണ് ഉള്ളത്. അവിടെ കൃത്യമായിട്ട് അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. മാത്തൂർ പഞ്ചായത്ത് UDF-ന്റെ കയ്യിൽ നിന്ന് ഭരണം പോയിട്ടിപ്പോൾ ബലാബലത്തിൽ നിൽക്കുകയാണ്. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് BJP-ആണ്. ഇവിടെ കണ്ണാടി പഞ്ചായത്തിൽ ഇത്രയൊക്കെ ഇവർ UDF തരംഗം ആഞ്ഞടിച്ചു എന്ന് പറയുമ്പോൾ കണ്ണാടി പഞ്ചായത്തിൽ ഈ MLA പ്രചരണത്തിന് പോയി, നേരിട്ട് പ്രചരണത്തിന് മേൽനോട്ടം കൊടുത്തു. ആ കണ്ണാടി പഞ്ചായത്തിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. പാലക്കാട് നഗരസഭയിൽ ഇദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയ വാർഡുകളിലെല്ലാം എന്താ അവസ്ഥ? 23-ാം വാർഡ് ശെൽവവാളയത്ത് പ്രചരണത്തിനിറങ്ങി, അവിടെ വിജയിച്ചത് BJP. കൽപ്പാത്തി മേഖലകളിൽ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. കൽപ്പാത്തിയിലെ 5-ാം വാർഡ്, 6-ാം വാർഡ്, 7-ാം വാർഡ് എല്ലാം വിജയിച്ചത് BJP-ആണ്. ഇവിടെ പാലക്കാട് നഗരസഭയിൽ അദ്ദേഹം ഈ വിഷയമുണ്ടായി UDF പ്രചരണം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം നേരിട്ട് ഇപ്പോഴത്തെ 38-ാം വാർഡിലെ കൗൺസിലറുടെ വാർഡിൽ കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തു. ആ കൗൺസിലർക്ക് സീറ്റ് ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാജയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഇറങ്ങിയ പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം UDF-ന്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയിരിക്കുകയാണ്. ആ മാങ്കൂട്ട മുന്നണിയോട് ചേരാനാണ് പാലക്കാട്ടെ CPM തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥ എന്താവുമെന്ന് അവർ തന്നെ സ്വയം വിലയിരുത്തി നന്നായിരിക്കും. രാഹുൽ പോയ കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസ് നിലം തൊട്ടില്ല. നഗരസഭയിലെ ജനവിധി BJP-ക്കാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. അല്ല, BJP ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിരവധി പഞ്ചായത്തുകളിൽ ഇപ്പോൾ അയിലൂർ പഞ്ചായത്ത്, മുതലമട പഞ്ചായത്ത്, കൊടുവായൂർ പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, മണ്ണൂർ പഞ്ചായത്ത്, കരിമ്പ പഞ്ചായത്ത്, നിരവധിയായ പഞ്ചായത്തുകൾ, ഈ പറഞ്ഞത് കൂടാതെ നിരവധി പഞ്ചായത്തുകളുണ്ട്. ഇത്രയും പഞ്ചായത്തുകളിൽ BJP-യുടെ തീരുമാനം വളരെ നിർണായകമാണ്. അത് ഒരു പഞ്ചായത്ത് തലത്തിൽ എടുക്കുന്ന തീരുമാനമല്ല. സംസ്ഥാന തലത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്റ്റാൻഡ് ഉണ്ടാവും. ആ വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്തുകളിൽ മുഴുവൻ പാർട്ടിയുടെ നിലപാടെടുക്കുക. ഇവിടെ പല പഞ്ചായത്തുകളിലും നിർണായക ശക്തി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് BJP-ആണ്. ഇവിടെ പാലക്കാട് മാങ്കൂട്ട മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ വളരെ കൃത്യമായി ആ വിവരങ്ങളെല്ലാം പരിശോധിച്ച് അവർ തീരുമാനം എടുത്താൽ നന്നായിരിക്കും. BJP എടുക്കുന്ന തീരുമാനം സംസ്ഥാന തലത്തിലൊരു നിലപാട് പാർട്ടിക്കുണ്ട്. ആ തീരുമാനം തന്നെയായിരിക്കും ഇവിടുത്തെ അവസാന ഗ്രാമപഞ്ചായത്തിലും BJP എടുക്കാനായിട്ട് പോകുന്നത്. ചില വാർഡുകളിൽ BJP-യെ തോൽപ്പിക്കാൻ വ്യക്തമായ ക്രോസ് വോട്ടിംഗ് നടന്നതായി പ്രശാന്ത് ശിവൻ ആരോപിച്ചു. അല്ല, BJP-ക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ 4-5 വാർഡുകളിൽ നിങ്ങൾ വാർഡ് ഫലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം, ശക്തമായ ക്രോസ് വോട്ടിംഗ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ 24-ാം വാർഡ് BJP പരാജയപ്പെട്ടിരിക്കുന്നത് കേവലം 10 വോട്ടിനാണ്. 41-ാം വാർഡ് CPM കുറേ വർഷങ്ങളായിട്ട് അവരുടെ സിറ്റിംഗ് വാർഡാണ്, 3-4 ടേമായിട്ട് അവരുടെ സിറ്റിംഗ് വാർഡാണ്. ആ വാർഡിൽ CPM-ന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ BJP പരാജയപ്പെടുന്നത് കേവലം 10 വോട്ടിനാണ്. 1-ാം വാർഡ് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് എത്രയാണ്? ഇവിടെ 3-ാം വാർഡ്
അങ്ങനെ തുടങ്ങി പാലക്കാട് നഗരസഭയിലെ നിരവധി വാർഡുകളിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ പഠിച്ചതിൽ തന്നെ 5 വാർഡുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 48-ാം വാർഡിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട് എവിടെ പോയി, 41-ാം വാർഡിൽ എന്തായി, 24-ാം വാർഡിൽ എന്താണ്, 1-ാം വാർഡിൽ എന്താണ്, 3-ാം വാർഡിൽ എന്താണ്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെറിയ ചെറിയ വോട്ടുകൾക്ക് നഗരസഭയിൽ BJP-യുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുള്ളത്. UTV ന്യൂസ് പാലക്കാട്.